നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് ഇത് വളരെ പേഴ്സണൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് ജനറൽ റീഡിംഗിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് റീഡിംഗ് എടുക്കുന്നത്. അവരുടെ ചോദ്യം അവരുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഒരാള്, ആ ആളുമായിട്ട് വ്യക്തിക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നാണ് ഇവർക്ക് അറിയേണ്ടത്. അപ്പോ ഇത് പേഴ്സണൽ റീഡിംഗ് ആണ്, പണിയാവൂന്ന് ഞാൻ പറഞ്ഞിട്ടും അവര് വേണ്ട ജനറൽ മതി എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. അപ്പം എത്രത്തോളം പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല. ഈ റീഡിങ് എന്താ പറയാ വേണം എന്ന് പറഞ്ഞ ആൾക്ക് പോലും റെസനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ നോക്കുകയാണ്, റീഡിംഗ് ഇടാൻ പോവാണ്. ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾക്ക് വളരെയധികം റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരു ഡെസിഷനും എടുക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിന് വേണമെങ്കിൽ എടുത്തു തരാം ഞാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ. പക്ഷെ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും ഒരു ഡെസിഷനും എടുക്കരുത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ. ഇവിടെ ഒരു നോ പറയേണ്ട ഒരു കാർഡ് ഉണ്ട്. ആ കാർഡ് ഞാനിപ്പോ കണ്ടു, അതാണോ എന്ന് അറിയില്ല. അത് വരുമോന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ ഓം നമ എന്തോരം കാർഡ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ കാർഡെല്ലാം ഒന്ന് നോക്കാം എന്താണ്. നിങ്ങൾ കാണേണ്ട കാർഡുകൾ ആയതുകൊണ്ടായിരിക്കാം എല്ലാം ഇത് വേണ്ട. ഓക്കെ, ഓം നമ ശിവായ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ താമസം വരുന്നുണ്ടെങ്കിൽ, കാര്യസാധ്യത്തിന് താമസം വരുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള സമയമായിട്ടില്ല എന്നൊരു മെസ്സേജ് ഉണ്ട് ഇവിടെ. പിന്നെയുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും വന്നെത്താറായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണണം. നിങ്ങളോട് തെറ്റിയുന്നവരോട് നിങ്ങൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു മനഃശക്തി, പ്രതിരോധിക്കാനുള്ള ഒരു മനഃശക്തി നിങ്ങൾ വളർത്തിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട് ആളുകളോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മയുടെ ഫലമാണ്, കർമ്മത്തിന്റെ ഫലമാണ്.